പ്രതിഭ എംഎൽഎയുടെ മകൻ കനിവിനെതിരായ കഞ്ചാവ് കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ കുറ്റക്കാരൻ. എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ അന്വേഷണ റിപ്പോർട്ടിലാണ് കുട്ടനാട് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജയരാജൻ കുറ്റക്കാരനാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നത്. ജയരാജനെതിരെ നടപടിയുണ്ടാകും. കനിവ് കഞ്ചാവ് ഉപയോഗിച്ചതിന് തെളിവില്ലെന്നാണ് റിപ്പോർട്ട്. ചാർജ് ഷീറ്റ് കോടതിയിൽ സമർപ്പിക്കുമ്പോൾ കേസിൽ നിന്ന് കനിവിനെ ഒഴിവാക്കിയേക്കും. ശരത് എസ് ഉണ്ട് വിശദാംശങ്ങളുമായി. ശരത്ത്, ഇതിൽ ഉദ്യോഗസ്ഥരെ ബലിയാടാക്കാൻ പോവുകയാണോ അതോ ഈ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ്? എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജയരാജനെതിരെ നടപടിക്കാണോ നീക്കം? തീർച്ചയായും. അതായത് നിലവിലെന്തായാലും അന്വേഷണ സംഘം ഇപ്പോൾ റിപ്പോർട്ട് സമർപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത്. ഈ സൂചിപ്പിച്ചതുപോലെ പ്രധാനമായും അന്വേഷണ റിപ്പോർട്ടിലുള്ളത് അത് എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയെന്ന് തന്നെയാണ്. അതായത് സാധാരണ ഇത്തരം കേസുകളിൽ മെഡിക്കൽ പരിശോധന നടത്താറുണ്ട്. അങ്ങനെ കനിവിന്റെ വൈദ്യപരിശോധന നടത്തിയിട്ടില്ല. മാത്രമല്ല ഇതിൽ റിക്കവറിയോ മറ്റു സാക്ഷിമൊഴികളോ രേഖപ്പെടുത്തിയിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളാണ് ഈ അന്വേഷണ സംഘം പറയുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു ആലപ്പുഴ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ തലത്തിൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണവും തുടർന്ന് ഈ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ മൊഴിയും രേഖപ്പെടുത്തിയത്. ഈ കേസിൽ എഫ്ഐആർ ഇട്ടതുമായി ബന്ധപ്പെട്ട മുഴുവൻ ഉദ്യോഗസ്ഥരുടെയും ഒപ്പം പ്രതികളുടെയും പരാതി നൽകിയ എംഎൽഎയുടെ ഒക്കെ തന്നെ മൊഴി കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയതാണ്. പിന്നാലെയാണ് ഇപ്പോൾ റിപ്പോർട്ട് കൂടി കൈമാറുന്നത്. ഈ റിപ്പോർട്ടിലാണ് എന്തായാലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതായത് കനിവിനെ ഒരുപക്ഷെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കിയേക്കുമെന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അതിനുള്ള ഒരു റിപ്പോർട്ട് തന്നെയാണ് ഇപ്പോൾ എന്തായാലും ഇപ്പോൾ കൈമാറാൻ പോകുന്നത്. ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് എന്തായാലും ഇപ്പോൾ എക്സൈസ് സംഘം ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അതായത് ഈ സൂചിപ്പിച്ചതുപോലെ തെളിവുകളില്ല, മാത്രമല്ല ഈ വൈദ്യപരിശോധന നടത്തിയില്ല എന്നുള്ള തുടങ്ങിയ കാര്യങ്ങളാണ് ഉദ്യോഗസ്ഥർ പ്രധാനമായും ഈ റിപ്പോർട്ടിൽ പറയുന്നത്. റിക്കവറി ഇല്ല, കേസെടുക്കുമ്പോൾ പ്രാഥമികമായി നടത്തേണ്ടതാണ് വൈദ്യപരിശോധന, അതുപോലും നടത്താതെയാണ് ഈ കേസെടുത്തത് എന്നുള്ളതാണ്. ആ രീതിയിൽ കനിവ് ഉൾപ്പെടെ ഉള്ള പ്രതികളെ ഒരുപക്ഷെ ഒഴിവാക്കിയേക്കും. അതായത് ആദ്യത്തെ കനിവിനെ മാത്രമാണോ ഒഴിവാക്കാൻ പോകുന്നത്? അതായത് 9 പ്രതികളാണല്ലോ ഉള്ളത്, എല്ലാവരെയും ഒഴിവാക്കുമെന്നാണോ അതോ കനിവിനെ മാത്രം കേസിൽ നിന്ന് ഒഴിവാക്കാനുള്ള നീക്കമാണോ നടക്കുന്നത്? അത് 9ാം പ്രതിയാണ് കനിവ്. ഏറ്റവും അവസാനമാണ് കനിവിന് പ്രതി ചേർത്തത്. അങ്ങനെ 9ാം പ്രതിയായ കനിവ് ഉൾപ്പെടെയുള്ള ആളുകളെ ഒരുപക്ഷെ ഒഴിവാക്കിയേക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നിലവിലെന്തായാലും കോടതിയിൽ ചാർജ് ഷീറ്റ് നൽകുന്ന സമയത്തായിരിക്കും പ്രതികൾ ഇപ്പോൾ ഇതിൽ നിന്ന് ഒഴിവാക്കുക. അതേസമയം ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും പറയുന്നു. അതായത് ആലപ്പുഴ കുട്ടനാട് എക്സൈസ് സിഐ ജയരാജൻ, അതേപോലെ തന്നെ റേഞ്ച് ഇൻസ്പെക്ടർ അനിൽകുമാർ തുടങ്ങിയവർക്കെതിരെ അവരുടെ മൊഴി കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയതാണ്. ഇവർക്കെതിരെയൊക്കെ തന്നെ നടപടി ഉണ്ടായേക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതായത് നിലവിലെന്തായാലും ഉദ്യോഗസ്ഥരെ നടപടികളിലേക്ക് കടക്കും. അതേസമയം ചില ആരോപണങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെ ഉന്നയിക്കുന്നുണ്ട്. അതായത് എക്സൈസ് ഉദ്യോഗസ്ഥരെ കുറ്റക്കാരാക്കി എംഎൽഎയുടെ മകനെ സംരക്ഷിക്കാനാണ് എക്സൈസ് നീങ്ങുന്നത് എന്നുള്ള ആരോപണങ്ങളാണ് യൂത്ത് കോൺഗ്രസിന്റെ ഒക്കെ തന്നെ ഭാഗത്തുനിന്ന് വരുന്നത്. അതുതന്നെയാണ് ശരത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഞാൻ ചോദിച്ചത് ഇതായിരുന്നു, 9 പ്രതികളാണല്ലോ ഉള്ളത്, അതിൽ എംഎൽഎയുടെ മകനെ മാത്രം ഒഴിവാക്കുകയാണോ കേസിൽ നിന്ന്? നിലവിൽ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ്. അതായത് 1 മുതൽ 3 വരെയുള്ള പ്രതികളിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. അതായത് ഇവർ കഞ്ചാവ് ഉപയോഗിച്ചിട്ടില്ല എന്ന് പൂർണ്ണമായും പറയാൻ കഴിയില്ല. പക്ഷേ ഈ കനിവ് ഉൾപ്പെടെയുള്ള 3 മുതൽ 9 വരെയുള്ള പ്രതികൾ ഇത് ഉപയോഗിച്ചതിനോ കൈവശം വെച്ചതിനോ തെളിവുകളില്ല. ഇവരിൽ നിന്ന് റിക്കവറി ഉണ്ടായിട്ടില്ല. ഇവർക്കെതിരെ സാക്ഷിമൊഴികളില്ല. മാത്രമല്ല വൈദ്യപരിശോധന നടത്തിയിട്ടില്ല. അങ്ങനെ ഇവരെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കിയേക്കും എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതൊരു പക്ഷേ ഇന്ന് ഒഴിവാക്കുമെന്നുള്ളതല്ല, ഈ കോടതിയിൽ ചാർജ് ഷീറ്റ് സമർപ്പിക്കുന്ന സമയത്തായിരിക്കും ഇവരെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പുതിയ പട്ടിക സമർപ്പിക്കുക. ഒപ്പം ഈ ഉദ്യോഗസ്ഥർക്കെതിരെ, അതായത് ഉദ്യോഗസ്ഥർ പ്രാഥമികമായി ചെയ്യേണ്ടത് ഇത്തരം വൈദ്യപരിശോധന നടത്തുക എന്നുള്ളത് ഇത്തരം കേസുകളിൽ പ്രാഥമികമായി ചെയ്യേണ്ട കാര്യമാണ്. അത് പക്ഷേ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അങ്ങനെ സാക്ഷിമൊഴികളും റിക്കവറിയും ഇല്ലാതെ പ്രാഥമിക പരിശോധനയെ വൈദ്യപരിശോധന നടത്താതെയാണ് ഉദ്യോഗസ്ഥർ ഈ റിപ്പോർട്ട് ഇത്തരത്തിൽ കേസെടുത്തത്. അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നുള്ളതാണ്. ശരി, ശരത് എസ് ആണ് ആലപ്പുഴയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും എക്സൈസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വരുന്നു എന്ന് തന്നെയാണ് ശരത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്.